ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ പൊതിച്ചോറാണ്. അപ്പോൾ എന്തൊക്കെ ഐറ്റംസ് നമുക്ക് നോക്കിയാലോ, അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഒരു മുരിങ്ങയില ചക്കക്കുരു തോരൻ വെക്കാനാണ്. അപ്പോൾ ആ വെളുത്തുള്ളി നന്നായി ബ്രൗൺ കളറായിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കിയ നമ്മുടെ മുരിങ്ങയില ഇട്ട് കൊടുക്കാം. അതിന് ശേഷം അതോടൊപ്പം തന്നെ ഞാൻ ചക്കക്കുരു ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നന്നായി ചെറുതാക്കിയിട്ടില്ല. പിന്നെ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു പച്ചമുളകാണ്. ആ പച്ചമുളക് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായി ഇളക്കിയതിന് ശേഷം ഇത് അടച്ച് വെച്ച് വേവിക്കാം. കാരണം ചക്കക്കുരുവിന് കുറച്ച് വേവുണ്ട്, അതുപോലെ മുരിങ്ങയിലേക്കും അത്യാവശ്യം വേവുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് നന്നായി വേവിച്ചെടുക്കണം, അല്ലെങ്കിൽ ചക്കക്കുരു വെന്ത് പോവാതിരിക്കും. പിന്നെ ചക്കക്കുരു ഇതിനേക്കാളും ചെറുതായിട്ട് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യട്ടെ. ഞാൻ ഈ ഒരു ഇതിലാക്കിയതിന് പിന്നെ ഞാൻ ഇപ്പുറത്തൊരു അടുപ്പിൽ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ചൂടായതിന് ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പൊട്ടുന്നതിന് മുന്നേ ഇപ്പുറം വീണ്ടും നമ്മുടെ മുരിങ്ങയിലൊന്ന് ഇളക്കിയിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം 4 അടുപ്പുള്ളത് കൊണ്ട് തന്നെ ഓരോന്നിലും വെക്കുകയാണ്. അപ്പോൾ ഇതുപോലെ വഴുതനങ്ങ കട്ട് ചെയ്തതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടി. ഞാൻ എല്ലാ വെജിറ്റബിൾസിനും പുറത്തുനിന്ന് വാങ്ങുന്നതിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കലുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് പേടിക്കേണ്ട ആവശ്യമില്ല. എന്ത് കഴുകുമ്പോൾ ആയാലും നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകുന്നത് നന്നായിരിക്കുക. അങ്ങനെ ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ തേങ്ങയൊന്നും വേണ്ടാത്തതുകൊണ്ട് ഇത് ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഇനി നമുക്കിത് കുറച്ച് സമയം അടച്ച് വെച്ച് വേവിക്കാം. ഇനി ചമ്മന്തിയാണ് നമ്മൾ പൊതിച്ചോറിലേക്ക് വേണ്ടത്. അപ്പോൾ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് കുറച്ച് തേങ്ങ, വെളുത്തുള്ളി 2 കഷ്ണം, പച്ചമുളക്, പിന്നെ പുളിയാണ് എടുത്തത്, പിന്നെ കുറച്ച് ചുവന്ന മുളക് ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് അടിച്ചിട്ട് വരാം. അപ്പോഴത്തേക്ക് നമ്മൾ മുരിങ്ങയിലും ചക്കക്കുരു നന്നായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് അതവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ഓംലെറ്റാണ്. അതിലാണ് നമ്മളെ പൊതിച്ചോറ് കംപ്ലീറ്റ് ആവില്ലല്ലോ. പിന്നെ ഫിഷ് ഫ്രൈ ആണ്. ഒരു 3 മത്തി എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ നമ്മുടെ കോപ്പില്ലേ, അതും കൂടി എടുത്തിട്ടുണ്ട്. നന്നായി ക്രിസ്പിയായി നമുക്ക് മുരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഈ ഒരു മീൻ. അപ്പോൾ അതും കൂടി ഞാൻ ഇതിൻ്റെ സൈഡിലേക്ക് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 തരം മീനാണ് ഞാനിത് പൊതിച്ചോറിലേക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ ഏകദേശം നമ്മളെല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ വാഴൻ്റെ ഇലയിൽ നന്നായി വാട്ടിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചൂട് ചോറിട്ട് കൊടുക്കാം. അത്യാവശ്യം എത്രയാണോ വേണ്ടത് ആ ക്വാണ്ടിറ്റിയിൽ നമുക്ക് ചോറിട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു സൈഡിൽ മുട്ട ഓംലേറ്റ് വെച്ച്, പിന്നെ ഇത് നമ്മുടെ പാവയ്ക്ക കൊണ്ടാട്ടാണ്, അത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതും വെച്ച് കൊടുത്ത്, പിന്നെ ഞാനിതിലേക്ക് വെച്ച് കൊടുക്കുന്നത് നമുക്ക് ഒരു മത്തി വെച്ച് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് മറ്റേ ആ കോപ്പില്ലേ, ആ മീനും വെച്ചെടുക്കാം. അതും ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുരിങ്ങയില തോരൻ വെക്കാനുണ്ട്, അതും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വഴുതനങ്ങ തോരനുണ്ട്, അതും കൂടി സൈഡിലേക്ക് വെച്ച് കൊടുക്കുക. പിന്നെ നമ്മുടെ ചമ്മന്തി അത് ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്, അതും കൂടി സെൻറ്ററിൽ വെച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് അച്ചാറും കൂടി, അതും കൂടി വെച്ചിട്ട് നമുക്ക് ഈ പൊതിച്ചോറിന്ന് പൊതിഞ്ഞെടുക്കാം. അങ്ങനെ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പൊതിച്ചോറ് വാഴൻ്റെ ഇല വെച്ച് നന്നായി പൊതിഞ്ഞെടുക്കുകയാണ്. ഇതെന്തായാലും ഉച്ചയായിട്ട് നമുക്ക് കഴിക്കുന്ന സമയത്ത് എല്ലാം മിക്സായി നല്ലൊരു അടിപൊളി ഫ്ലേവർ ആയിരിക്കും ആ വാഴൻ്റെ ഇലയും എല്ലാം കൂടിയിട്ട്. അപ്പോൾ ഞാനിവിടെ 2 പൊതിയാണ് കെട്ടിയിട്ടുള്ളത്. ഒന്നെനിക്കും ഒന്ന് മോക്കും. പിന്നെ മോന് ഈ ഐറ്റംസൊക്കെ, ചോറ് വേണ്ട ഈ ഐറ്റംസൊക്കെ സ്കൂളിലേക്ക് വേറൊരു പാത്രത്തിലേക്ക് മതി എന്നിട്ട് അങ്ങനെയാണ് കെട്ടിക്കൊടുത്തത്. അപ്പോൾ ഇത്രയുള്ളത്. അങ്ങനെ ഉച്ച ടൈമായി നമ്മുടെ പൊതിച്ചോറ് ഓപ്പണാക്കി വെക്കുകയാണ്. നല്ല സ്മെല്ലായിരുന്നു, കണ്ട എല്ലാം ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് എല്ലാം കൂടി മിക്സായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിത് കഴിക്കാൻ പോവാണ്. നല്ല തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് എല്ലാത്തിൻ്റെയും കുറച്ചെടുത്ത് നമുക്ക്
കഴിച്ച് നോക്കാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ സ്കൂളെല്ലാം തുറന്നുകൊണ്ട് നമുക്ക് അത്യാവശ്യം വിചാരിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്കൂളിലേക്കും നമ്മൾ ഓഫീസിലേക്കെല്ലാം പൊതിച്ചോറ് കൊണ്ടുപോകാൻ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഉണ്ടാക്കാനും നല്ലൊരു ഇൻട്രസ്റ്റാണ്. ഇതുപോലെ ആ ഒരു ഉച്ച ടൈം വിശന്നിരിക്കുമ്പോൾ നമുക്കിതെല്ലാം കണ്ട് സന്തോഷത്തോടെ കഴിക്കാനും. ഇപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കാം. നമ്മുടെ മക്കൾക്ക് ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്, സ്കൂളിലേക്ക് ഫുഡൊന്നും ഇല്ലാത്തവർക്കെല്ലാം ഇതുപോലെ കെട്ടിക്കൊടുത്ത് അവർ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരുപാട് കഴിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.